ഒരു കഥാകാരനും 3 ഡയറികളും നോവൽ അധ്യായം 5. കഥാകാരനും ബാങ്ക് ഉദ്യോഗസ്ഥനുമായ ജയന് പരിചയമില്ലാത്ത ഒരിടത്തേക്ക് സ്ഥലം മാറ്റം കിട്ടുന്നു. അവിടെ ചെന്നിട്ട് ആ സ്ഥലമൊക്കെ ഒന്ന് കണ്ടുവരാമെന്ന് വിചാരിച്ച് വെറുതെ നടന്ന് അവിടെയുള്ള ഒരമ്പലത്തിൽ ചെന്നെത്തുന്നു. അവിടെ വെച്ച് 5 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി അവളുടെ അച്ഛനാണെന്ന് വിചാരിച്ച് വീട്ടിലേക്ക് ചെല്ലാൻ പറയുന്നു. അവളുടെ അമ്മയെന്ന് തോന്നിക്കുന്ന ഗീത എന്ന സ്ത്രീയും അയാൾ കുട്ടിയുടെ അച്ഛനാണെന്ന് വിചാരിച്ച് വഴക്കുണ്ടാക്കുന്നു. അയാൾ കുട്ടിയുടെ അച്ഛനല്ലെന്ന് മനസ്സിലാവുമ്പോൾ മാപ്പ് പറയുന്നു. ഗീതയ്ക്ക് ആ കുട്ടിയുടെ അച്ഛൻ കുട്ടിയെ ഉപേക്ഷിച്ച് പോയതുകൊണ്ട് അവൾക്ക് എല്ലാ ആണുങ്ങളോടും വിരോധമാണെന്ന് പറയുന്നു. അപ്പോൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം തെറ്റ് ചെയ്തു പോയ ഒരു സ്ത്രീയെക്കുറിച്ച് ജയൻ പറയുന്നു. എന്നാൽ അയാൾക്ക് മറ്റു സ്ത്രീകളോട് വെറുപ്പില്ലെന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ ഗീത ആ സ്ത്രീയെക്കുറിച്ച് അറിയാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നു. ഗീത അമ്പലത്തിൽ വരുന്നത് മാനസിക പ്രയാസം കൊണ്ടാണെന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ജയൻ ചോദിക്കുന്നു. അതെല്ലാം എഴുതിയ കുറേ ഡയറികളുണ്ടെന്ന് ഗീത പറയുന്നു. അത് വായിക്കാൻ ജയന് കൊടുക്കുന്നു. അമ്പലത്തിൽ നിന്നും ഗീതയും കുട്ടിയും അയാളും അവരുടെ വീടുകളിലേക്ക് മടങ്ങുമ്പോൾ ജയൻ തെറ്റ് ചെയ്ത ആ സ്ത്രീയുടെ കഥ പറയുന്നു. രാഘവൻ നായർ എന്ന ആയുർവേദ ഡോക്ടർക്കും അയാളുടെ ഭാര്യയായ പാർവതിക്കും കൂടി ഒരു മകനാണുള്ളത്. രാഘവൻ നായർക്ക് തലവേദന വരുന്നു. അത് കൂടുമ്പോൾ അയാളുടെ ഭാര്യ അയാളെ കൂട്ടുകാരനായ ഡോക്ടർ സത്യപാലിൻ്റെ ഹോസ്പിറ്റലിൽ ചികിത്സിക്കാൻ കൊണ്ടുപോകുന്നു. ആ ഇടയ്ക്ക് ഡോക്ടർ സത്യപാലിൻ്റെ ഭാര്യ പിണങ്ങി അവരുടെ വീട്ടിൽ പോകുന്നു. ഒരു ദിവസം രാഘവൻ നായർ ഒരു കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അയാളുടെ ബോധം പോകുന്നു. അതിനുശേഷം ഡോക്ടർ വീട്ടിൽ വന്ന് ചികിത്സിക്കുന്നു. ഒരു ദിവസം ഡോക്ടർ പാർവതിയോട് പറഞ്ഞു, അയാൾക്ക് ആ വീട്ടിൽ വരുമ്പോഴും അവരോട് സംസാരിക്കുമ്പോഴും പ്രത്യേക സന്തോഷം തോന്നാറുണ്ടെന്ന്. ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പോൾ പാർവതിക്ക് വിഷമം തോന്നി. അയാളുടെ ഭാര്യയുടെയും പാർവതിയുടെയും സ്വഭാവം തമ്മിലുള്ള വ്യത്യാസം കൊണ്ടാണ് അങ്ങനെ തോന്നുന്നതെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അവരുടെ തെറ്റിദ്ധാരണ മാറുന്നു. കഥ മുന്നോട്ടറിയാൻ ഈ കഥയുടെ അധ്യായം 5 തുടർന്ന് വായിക്കുക. ഈ ചാനലിൽ പ്രക്ഷേപണം ചെയ്യുന്ന എല്ലാ കഥകളും കവിതകളും ലേഖനങ്ങളും മറ്റും ഇഷ്ടപ്പെടുകയും വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ നൽകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ മാന്യ ശ്രോതാക്കൾക്കും പുതിയതായി വരുന്ന ശ്രോതാക്കൾക്കും ഈ എളിയ ചാനലിൻ്റെ നന്ദിയും നമസ്കാരവും അർപ്പിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത മാന്യ ശ്രോതാക്കൾ അങ്ങനെ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ കഥ വിശദമായി അറിയാൻ ഇതിൻ്റെ അധ്യായങ്ങൾ 1 മുതൽ 5 വരെ മുഴുവനായും വായിക്കുക. ഈ ചാനലിൻ്റെ എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും നന്ദിയും നമസ്കാരവും അർപ്പിക്കുന്നു. ഒരു കഥാകാരനും 3 ഡയറികളും നോവൽ അധ്യായം 5. വിലാസിനിയുടെ ഡയറിയിലെ പേജുകൾ ജയൻ വായിക്കുന്നു. സെപ്റ്റംബർ 20 തിങ്കൾ. അമ്പലത്തിൽ പോകുന്നതിനായി ഞാൻ ഗേറ്റിനടുത്തെത്തിയപ്പോൾ അദ്ദേഹം കുറച്ച് അകലെ നിന്നും വരുന്നത് കണ്ടു. അല്പനേരം അദ്ദേഹത്തെ കാത്തു നിന്നു. അടുത്തെത്തിയപ്പോൾ ഞാൻ ഗേറ്റ് തുറന്നിട്ട് ചോദിച്ചു, ഇന്ന് സാർ വൈകിയോ? ലാസ്റ്റ് പീരീഡ് ക്ലാസ് ടെസ്റ്റ് ആയിരുന്നതുകൊണ്ട് ലേശം വൈകി എന്ന് പറഞ്ഞ് ഒന്ന് നിൽക്കാതെ അദ്ദേഹം മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, സാറ് ധൃതിയിലാണെന്ന് തോന്നുന്നു. ഏയ്, അങ്ങനെയൊന്നുമില്ല. എന്താ അങ്ങനെ ചോദിച്ചത്? ഞാൻ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയതാ. ഞാനും കൂടെ വരട്ടെ? അത്രയും ദൂരം എന്തേലും സംസാരിച്ച് പോകാമല്ലോ എന്ന് വിചാരിച്ചു. അദ്ദേഹം പറഞ്ഞു, പിന്നെന്താ, വന്നോളൂ. അങ്ങനെ ഒരുമിച്ച് ഞങ്ങൾ മുന്നോട്ട് നടക്കുമ്പോൾ ഞാൻ കൂടെ നടക്കുന്ന അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നറിയാനായി വെറുതെ ഒന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. അദ്ദേഹം അപ്പോൾ പുഞ്ചിരിക്കുന്നത് കണ്ടു. ഞാൻ ചോദിച്ചു, എന്താണ് സാർ ഇത്ര രസം തോന്നാൻ കാരണം? അദ്ദേഹം, അത് ഒരാഴ്ചയായി എൻ്റെ ക്ലാസ്സിൽ കുറച്ച് രസകരമായ സംഭവങ്ങളുണ്ടായി. അത് ഇപ്പോഴെനിക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് ഞാൻ അറിയാതെ ചിരിച്ചു പോയതാണ്. എന്നോടുകൂടി ആ തമാശ പറയുമോ? പിന്നെന്താ, ഞാനത് പറയാൻ തുടങ്ങുകയായിരുന്നു. കമ്പൈൻ ക്ലാസ്സുകളുള്ള ഒരു കോളേജാണ് ഞങ്ങളുടേത്. ഫസ്റ്റ് ഇയർ കോമേഴ്സ് ഡിഗ്രി കോഴ്സിന് പഠിക്കുന്ന കുട്ടിയാണ് ജമാലുദ്ദീൻ. മഹാതല്ലിപ്പൊളിയാണ്. നേരെ ചൊവ്വേ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയോ അല്പം പോലും സ്വന്തമായി പഠിക്കുകയോ കൂടിയിരിക്കുന്ന വിദ്യാർത്ഥികളെ പഠിക്കാൻ അനുവദിക്കുകയോ ചെയ്യാത്ത അവൻ ഒരു വലിയ പണക്കാരൻ്റെ മകനാണ്. പെൺപിള്ളേരുടെ പുറകിലേ ഇരിക്കുകയുള്ളൂ. അവരുടെ തലയിൽ പൂവെടുത്ത് മാറ്റുക, മുടിയിൽ പേപ്പറോ അതുപോലെയുള്ള സാധനങ്ങളോ തിരികെ വയ്ക്കുക തുടങ്ങിയ വിവിധ കലാപരിപാടികൾ ചെയ്യുകയാണ് പുള്ളിക്കാരൻ്റെ പ്രധാന ജോലി. ലെക്ചറേഴ്സിൽ
പലരിൽ നിന്നും കുറേ പണിഷ്മെൻറ്റും വാങ്ങി കൂട്ടിയിട്ടുള്ളവനാണ് കക്ഷി. ഞാനും പലപ്പോഴായി 2-3 തവണ ശിക്ഷ അവന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും അവൻ്റെ ലീലാവിലാസങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. അവൻ്റെ മുമ്പിലുള്ള ബെഞ്ചിലിരുന്നത് അല്പം തടിച്ച ലീലാമ്മ എന്ന പെൺകുട്ടിയായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച പാഠഭാഗത്തിലെ 2 വഴികൾ ലീലാമ്മയുടെ ബോർഡിൽ എഴുതുവാൻ ഞാൻ പറഞ്ഞു. അവൾ എഴുതാനായി പ്ലാറ്റ്ഫോമിൽ കയറിയപ്പോൾ ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികളും ചിരിക്കുന്നത് കണ്ടപ്പോഴേ ജമാലുദ്ദീൻ എന്തോ ചിരിക്കാനുള്ള പണി ഒപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാവരും ചിരിച്ചപ്പോൾ അവൾക്ക് കരച്ചിൽ വന്നു. ഞാൻ നോക്കിയപ്പോൾ ആ പെൺകുട്ടിയുടെ സാരിയുടെ പുറകിൽ ഒരാനയുടെ ഒരു സ്റ്റിക്കർ പിൻ ചെയ്തു വച്ചിരിക്കുന്നത് കണ്ടു. എനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നിയതുകൊണ്ട് അവനെ ക്ലാസ്സിൽ നിന്നും ഉടനെ പുറത്താക്കുകയും ഇനി അവൻ്റെ വാപ്പയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതിയെന്നും ഞാൻ പറയുകയും ചെയ്തു. അവൻ്റെ വാപ്പയെ വിളിച്ചു കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും 2-3 ദിവസമായി ക്ലാസ്സിൽ അവൻ്റെ ശല്യമില്ലായിരുന്നു. എന്നാൽ 2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ അതേ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ വാപ്പയായിട്ടാണെന്ന് തോന്നുന്നു അയാളും അവനുമായി ദൂരെ നിന്നും നടന്നു വരുന്നത് കണ്ടു. ഞാൻ ക്ലാസ് എടുക്കുന്നതിൽ വ്യാപൃതനായിരുന്നതുകൊണ്ട് വാപ്പയെന്ന് തോന്നിച്ച ആ വ്യക്തിയുടെ മുഖം എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൻ ക്ലാസ്സിനുള്ളിൽ കടന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, സാർ, ഞാൻ എൻ്റെ വാപ്പയെ വിളിച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് അവൻ തൻ്റെ ഒപ്പം വന്ന ആളിനോടായി അല്പം ഉറക്കെ തന്നെ പറഞ്ഞു, കയറി വാ വാപ്പ. കൂടെ വന്നയാൾ അവൻ പറഞ്ഞിട്ടും ക്ലാസ്സിനുള്ളിൽ കയറഞ്ഞതുകൊണ്ട് അവൻ വെളിയിലിറങ്ങി നോക്കി. അയാളെ കാണാഞ്ഞതുകൊണ്ടാകണം അവനും പെട്ടെന്ന് തന്നെ എവിടേക്കോ ഓടിപ്പോയി എന്ന് മറ്റു കുട്ടികൾ പറഞ്ഞു. ക്ലാസ്സിലിരുന്ന കുറച്ച് കുട്ടികൾ ചിരിക്കുന്നത് കണ്ട് അവരോട് ഞാൻ കാര്യം തിരക്കി. അപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, സാർ, എനിക്ക് ആ കുട്ടിയുടെ വാപ്പയെയും ആ വന്ന ആളെയും നന്നായി അറിയാം. കൂടെ വന്നയാൾ അല്പം അകലെയുള്ള കാനറ ബാങ്കിനടുത്ത് ഒരു മുറുക്കാൻ കട നടത്തുന്ന, എപ്പോഴും കാവ്യമുണ്ടും ധരിച്ച് ചന്ദനക്കുറിയും ഇട്ട് നടക്കുന്ന ഭാസ്കരൻ എന്നയാളാണ്. അപ്പോൾ ഞാനും പറഞ്ഞു, എന്നെ അയാൾക്ക് നന്നായി അറിയാം. ഞാൻ അയാളെ കണ്ടില്ലെങ്കിലും അയാൾ എന്നെ കണ്ടിട്ടുണ്ടായിരിക്കാം. അതിനാലാകണം അയാൾ എന്നെ കാണാതെ ഓടിക്കളഞ്ഞത്. ഇപ്പോൾ എൻ്റെ മനസ്സിൽ അയാളുടെ രൂപം ഓടിയെത്തി. സ്ഥിരം ചന്ദനക്കുറിയും അണിഞ്ഞ് കാവ്യമുണ്ടും എടുത്ത് നടക്കുന്ന അയാളെ തൻ്റെ ബാപ്പയാണെന്ന് പറഞ്ഞ് ഒപ്പം കൂട്ടിയ അവൻ്റെ വിഡ്ഢിത്തമോർത്ത് ഞാൻ മനസ്സിൽ ചിരിച്ചുപോയി. ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടിട്ട് ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികൾ മുഴുവനും പൊട്ടിച്ചിരിച്ചു. ഇത്രയുമാണ് ഉണ്ടായ സംഭവങ്ങൾ. അദ്ദേഹം ഇത്രയും പറഞ്ഞപ്പോൾ ഞാനും ചിരിച്ചുപോയി. വിലാസിനി, അമ്പലത്തിലേക്കല്ലേ, പൊയ്ക്കോളൂ. എനിക്ക് ആ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങണം. ഇത്രയും പറഞ്ഞിട്ട് രാജേഷ് സാർ ഏതോ കടയിലേക്ക് കയറി. ഞാൻ അമ്പലത്തിലേക്കും പോയി. സെപ്റ്റംബർ 24 വെള്ളിയാഴ്ച. അനിയത്തി ഗീതയ്ക്ക് പനിയായിരുന്നതുകൊണ്ടും കരമൊടുക്കാനായി വില്ലേജ് ഓഫീസിൽ പോകാനുണ്ടായിരുന്നതുകൊണ്ടും ഇന്ന് ഞാൻ സ്കൂളിൽ പോയില്ല. കാലത്തെ ഗീതയും കൊണ്ട് അടുത്തുള്ള ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങി തിരിച്ചു വന്നു. പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് വില്ലേജ് ഓഫീസിൽ പോകാനായി അടുത്ത ജംഗ്ഷനിൽ നിന്നും ഓട്ടോറിക്ഷ പിടിക്കാമെന്ന് കരുതി വീട്ടിൽ നിന്നും ഇറങ്ങി നടന്നു. കുറച്ച് ദൂരം നടന്നപ്പോഴേക്കും ഒരാട്ടോറിക്ഷ എൻ്റെ അടുത്ത് വന്ന് നിന്നതിൻ്റെ ശബ്ദം കേട്ടു. ഞാൻ നോക്കുമ്പോൾ ഒരാട്ടോക്കാരൻ ചോദിച്ചു, മാഡം, ഈ ജയഭാരത ഹോസ്പിറ്റലിലേക്കുള്ള വഴി പറഞ്ഞു തരാമോ? ഞാൻ വേറെ ഏതോ ചിന്തയിലായിരുന്നതുകൊണ്ട് എനിക്ക് അയാൾ പറഞ്ഞത് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, എന്താ പറഞ്ഞത്? അപ്പോൾ ആട്ടോയിൽ ഇരുന്നയാൾ എന്നോട് ചോദിച്ചു, ആ ടീച്ചറോ? സോറി, പേര് ഞാൻ മറന്നു. അതേ, ഈ ജയഭാരത് ഹോസ്പിറ്റലിൽ പോകേണ്ട വഴിയൊന്ന് പറഞ്ഞു തരുമോ? ഞാൻ അപ്പോഴാണ് ഓട്ടോയുടെ ഉള്ളിലിരിക്കുന്ന രാജേഷ് സാറിനെ കാണുന്നത്. ഞാൻ പറഞ്ഞു, ആ സാറോ? എൻ്റെ പേര് വിലാസിനി. അത് ഇവിടെ നിന്ന് നേരെ ഏതാണ്ട് 1 കിലോമീറ്ററോളം പോയി കഴിയുമ്പോൾ ഒരു ജംഗ്ഷൻ വരും. ആ ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ടുള്ള വഴിയിൽ കൂടി കുറച്ച് ദൂരം പോയാൽ ഒരു 3 മുക്ക് എത്തും. അവിടെ നിന്നും വലത്തോട്ട് തിരിയുന്ന വഴിയിൽ കൂടി 2 മിനിറ്റോളം യാത്ര ചെയ്താൽ ആദ്യം വില്ലേജ് ഓഫീസ് കാണാം. 1/2 മിനിറ്റ് കൂടി മുന്നോട്ട് പോയാൽ ഈ പറയുന്ന ഹോസ്പിറ്റലായി. സാർ, ഇതാകെ കൺഫ്യൂസിങ് ആണല്ലോ. ആട്ടെ, വിലാസിനി ഇപ്പോൾ എവിടെ പോകുന്നു? ഞാൻ വില്ലേജ് ഓഫീസിൽ പോകുന്നു. സാർ, ഇത്രയും വളച്ചുകെട്ടി പറയേണ്ടുന്ന വല്ല കാര്യമുണ്ടായിരുന്നു വിലാസിനി? ഞാൻ ആ ഹോസ്പിറ്റലിനടുത്തുള്ള വില്ലേജ് ഓഫീസിലേക്കാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാമായിരുന്നല്ലോ. അത് വേണ്ട സാർ, അടുത്ത ജംഗ്ഷനിൽ നിന്നും ഞാൻ വേറെ ആട്ടോ പിടിച്ച് പോയിക്കോളാം. സാർ, അതിനായി ഇനി വേറെ ആട്ടോ പിടിക്കണോ? ഒരുമിച്ച് പോയാൽ
അത് രണ്ടു പേർക്കും ഗുണമായേനെ. എങ്കിലും ഞാൻ വിലാസിനിയെ നിർബന്ധിക്കുന്നില്ല. വിലാസിനിക്ക് വിരോധമില്ലെങ്കിൽ മാത്രം കയറാം. എങ്കിൽ ഞാൻ വില്ലേജ് ഓഫീസിന് മുമ്പിൽ ഇറക്കാം, എന്താ? സാറ് വീണ്ടും പറഞ്ഞപ്പോൾ ഞാൻ ആ ഓട്ടോയിൽ കയറി. മുന്നോട്ട് രണ്ടുപേരും ഓട്ടോയിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, സാർ എന്തിനാണ് ആ ഹോസ്പിറ്റലിൽ പോകുന്നത്? ഇടതുകൈയുടെ മുകളിൽ വെച്ചിരുന്ന കർച്ചീഫ് എടുത്തു മാറ്റി ഞാൻ നോക്കിയപ്പോൾ സാറിൻ്റെ ഇടത് കൈത്തണ്ടയിൽ ഒരു ബാൻഡേജ് ഉണ്ടായിരുന്നു. ഞാൻ വിഷമത്തോട് സാറിനോട് തിരക്കി, കൈക്ക് എന്ത് പറ്റി സാർ? സാർ, ചെറിയൊരു മുറിവുണ്ടായി. ആ സംഭവം വിശദമായി ഞാൻ പിന്നീട് പറയാം. സാറിനോടൊപ്പം ആശുപത്രിയിൽ കയറി സാറിൻ്റെ കയ്യിൽ ബാൻഡേജ് ഇട്ടതിന് ശേഷം മാത്രം വില്ലേജ് ഓഫീസിൽ പോയാൽ മതിയെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് വില്ലേജ് ഓഫീസായിട്ടും ഓട്ടോ നിർത്താൻ ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ ആശുപത്രിയിലെത്തി. ഞാൻ സാറിനോടൊപ്പം നടക്കുമ്പോൾ സാറ് ചോദിച്ചു, അല്ല, വിലാസിനിക്ക് ഇവിടെ ആരെയെങ്കിലും കാണാനുണ്ടോ? ഇല്ല. ഒരാൾ ആശുപത്രിയിൽ വരുമ്പോൾ പലയിടങ്ങളിലും വരുന്നയാൾക്ക് പോകേണ്ടി വന്നേക്കാം. ആ സമയത്ത് മറ്റൊരാൾ കൂടെ ഉണ്ടെങ്കിൽ അതൊരു ഉപകാരമാകും. അതുകൊണ്ടാണ് ഞാൻ വില്ലേജ് ഓഫീസായിട്ടും ഓട്ടോ നിർത്താൻ പറയാതിരുന്നത്. അത് ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം. വിലാസിനിയുടെ ആവശ്യം ആദ്യം നടക്കട്ടെ, അതുകൊണ്ട് പൊയ്ക്കോളൂ. അത് അത്രയും അത്യാവശ്യമുള്ള ഒരു കാര്യമല്ല. സാറ് വന്ന കാര്യം നടന്നു കഴിഞ്ഞിട്ട് മതി എനിക്ക് വില്ലേജ് ഓഫീസിൽ പോകാൻ. പിന്നെ സാറൊന്നും പറഞ്ഞില്ല. 2-3 വിഭാഗങ്ങളിൽ പോയി ഓരോ കാര്യവും നടത്തിയതിന് ശേഷം കയ്യിൽ ബാൻഡേജ് ഇട്ടിട്ട് ഹോസ്പിറ്റലിൽ നിന്നിറങ്ങിയപ്പോൾ 1 മണിക്കൂറോളമായി. വിലാസിനി കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇത്രയും നേരത്തെ എല്ലാം കഴിഞ്ഞത്. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഓരോ വിഭാഗങ്ങളും ഈ കെട്ടിട സമുച്ചയത്തിൽ എവിടെയൊക്കെയാണെന്ന് വിലാസിനിക്ക് അറിയാമായിരുന്നത് കൊണ്ടാണ് കാര്യങ്ങളെല്ലാം ഇത്ര പെട്ടെന്ന് കഴിഞ്ഞത്. വിലാസിനി ഇവിടെ നേരത്തെ വന്നിട്ടുണ്ടോ? ഞങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും അസുഖം വന്നാൽ ഇവിടെയാണ് വരാറുള്ളത്. അങ്ങനെ 3-4 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. ചുമ്മാതല്ല, പല വിഭാഗങ്ങളുടെയും ലൊക്കേഷൻ വിലാസിനിക്ക് നന്നായി അറിയാവുന്നത്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ എളുപ്പം കഴിഞ്ഞു. എനിക്ക് ഇന്ന് വേറെ ജോലിയൊന്നുമില്ല. അതിനാൽ വിലാസിയുടെ കാര്യത്തിനായി ഞാനും കൂടി വില്ലേജ് ഓഫീസിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് അടുത്തുള്ള വില്ലേജ് ഓഫീസിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ കരം അടയ്ക്കുന്ന സെക്ഷനിലെ ക്ലാർക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളോട് അല്പസമയം കാത്തിരിക്കാൻ വില്ലേജ് ഓഫീസർ പറഞ്ഞു. അരമണിക്കൂറിൽ കൂടുതൽ സമയം കഴിഞ്ഞിട്ടും അയാൾ വരാഞ്ഞതുകൊണ്ട് രാജേഷ് സാറിന് ദേഷ്യം വന്നെങ്കിലും വളരെ മനസ്സംയമനത്തോടെ ചോദിച്ചു, സാർ, ഞങ്ങളിനി എത്ര സമയം കൂടി കാത്തിരിക്കണം? വില്ലേജ് ഓഫീസർ, ചിലപ്പോൾ അയാൾ വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ ദേഷ്യം കൂടിയതുകൊണ്ട് രാജേഷ് സാർ പറഞ്ഞു, അത് പറ്റില്ല. ഞങ്ങൾ വന്നിട്ട് 3/4 മണിക്കൂറോളമായി. സാറിന് അടുത്ത സീറ്റിലിരിക്കുന്ന ആ മാന്യദേഹത്തോട് പറഞ്ഞാൽ അദ്ദേഹം ആ ജോലി ചെയ്യില്ലേ? അങ്ങനെയെങ്കിൽ കരം അടച്ചിട്ട് ഞങ്ങൾക്ക് പോകാമായിരുന്നു. വില്ലേജ് ഓഫീസർ, അത് നടക്കില്ല. ആ ക്ലാർക്ക് ഒരു അത്യാവശ്യമുള്ള വേറൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാജേഷ് സാർ, ഈ ഓഫീസിൽ വേറെ ഒരു സ്റ്റാഫും ഇല്ലേ? ഓഫീസർ, അവരെല്ലാം ഓരോ ജോലി ചെയ്യുകയാണ്. രാജേഷ് സാർ, അങ്ങനെയെങ്കിൽ സാർ ഇപ്പോൾ വെറുതെ ഇരിക്കുകയല്ലേ? സാർ വിചാരിച്ചാലോ ആ രസീത് എഴുതി തരാൻ പറ്റുമല്ലോ. അത് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പോകാമായിരുന്നു. ഓഫീസർ, ഈ ഓഫീസിൽ ജോലികൾ എങ്ങനെ ചെയ്യിക്കണമെന്ന് എനിക്കറിയാം. ആരും എന്നെ പഠിപ്പിക്കാൻ നോക്കണ്ട. പിന്നെ സാറൊട്ടും താമസിച്ചില്ല. സാറിൻ്റെ മൊബൈൽ എടുത്തിട്ട് അവിടെ ഭിത്തിയിൽ എഴുതി വച്ചിരുന്ന മേലുദ്യോഗസ്ഥനായ തഹസീൽദാരുടെ ഫോൺ നമ്പർ അതിലടിച്ചിട്ട് അദ്ദേഹത്തെ വിളിക്കാനൊരുങ്ങി. വില്ലേജ് ഓഫീസർക്ക് അത് കണ്ടപ്പോൾ മനസ്സിൽ ലേശം ഭീതി ഉണ്ടായത് കൊണ്ടാണെന്ന് തോന്നുന്നു. അയാൾ അനുനയ സ്വരത്തിൽ പറഞ്ഞു, സാർ ഇരിക്കെ, ഇത്ര നിസ്സാര കാര്യത്തിനൊന്നും സാർ ഫോൺ വിളിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെയുള്ള ആരെക്കൊണ്ടെങ്കിലും ഞാനത് എഴുതിപ്പിച്ച് ഉടനെ തരാൻ നോക്കാം. രാജേഷ് സാർ അപ്പോൾ ഫോൺ കട്ട് ചെയ്തിട്ട് ഓഫീസർ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് ശ്രദ്ധിച്ചു. അപ്പോൾ വില്ലേജ് ഓഫീസർ 2-3 സ്റ്റാഫിനോട് അത് എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടും ആരും അത് അനുസരിക്കാഞ്ഞതുകൊണ്ട് അയാൾ സ്വയം ആ രസീത് എഴുതി കൊടുത്തു. രാജേഷ് സാർ, താങ്ക് യു സോ മച്ച് സാർ. അനന്തരം ഞങ്ങൾ ഒരു ഓട്ടോയിൽ തിരിച്ച് വീട്ടിലേക്ക് പോകാനൊരുങ്ങി. പോകുന്ന വഴിയിൽ ഞാൻ രാജേഷ് സാറിനോട് പറഞ്ഞു, സാർ ആ വില്ലേജ് ഓഫീസറെ വല്ലാതെ ഭയപ്പെടുത്തി കളഞ്ഞു. സാർ, വിലാസിനി നമ്മൾ പ്രതികരിക്കേണ്ടിടത്ത് അത് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് കുറേ പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. ഞാൻ, ശരിയാണ് സാർ. ആട്ടെ, സാറിൻ്റെ കൈക്ക് എന്ത് സംഭവിച്ചുവെന്ന് പറഞ്ഞില്ലല്ലോ? സാർ, അത് ഞാൻ സൗകര്യം പോലെ വിശദമായി പിന്നോട്ടൊരിക്കൽ പറയാം.
എൻ്റെ വീടെത്തിയപ്പോൾ സാർ എന്നെ അവിടെ ഇറക്കിയിട്ട് സാർ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി. സെപ്റ്റംബർ 26 ഞായറാഴ്ച. ഞാനിന്ന് ഉച്ചയ്ക്ക് 3 മണി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരുടെ ജന്മദിനാഘോഷത്തിൽ പങ്കെടുത്ത് മടങ്ങി വരികയായിരുന്നു. ബസ് ഇറങ്ങുന്ന ജംഗ്ഷൻ എത്തിയപ്പോൾ രാജേഷ് സാർ അവിടെ നിൽക്കുന്നു. ഞാൻ ചോദിച്ചു, സാർ എവിടെ പോന്നു? സാർ, ഞാൻ മുടി വെട്ടിച്ചിട്ട് വരികയാണ്, എനിക്കിനി വീട്ടിലേക്ക് പോയാൽ മതി. വിലാസിന് എന്താ ഇവിടെ ഈ സമയത്ത്? എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ജന്മദിനാഘോഷത്തിൽ പങ്കെടുത്തിട്ട് വരികയാണ്. ഇപ്പോൾ ഞാനും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ആട്ടെ, സാറ് വീട്ടിലേക്ക് നേരെ പോവുകയാണെന്നല്ലേ പറഞ്ഞത്? വീട് അടുത്തായതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നടന്നു പോകാം. എന്താ? ഓ, അങ്ങനെ ആയിക്കോട്ടെ. എന്താ സാറിൻ്റെ കയ്യിൽ മുറിവ് നന്നായി കരിഞ്ഞോ? അതെല്ലാം ഉണങ്ങിക്കഴിഞ്ഞോ? ഞങ്ങൾ ഒരുമിച്ച് നടക്കുമ്പോൾ ഞാൻ ചോദിച്ചു, സാറിൻ്റെ കയ്യിലെ മുറിവ് എങ്ങനെ പറ്റിയെന്ന് അന്ന് പറഞ്ഞില്ലല്ലോ, എങ്ങനെയാണ് സംഭവിച്ചത്? കോളേജ് പിള്ളേരുടെ ഇപ്പോഴത്തെ സ്വഭാവത്തെക്കുറിച്ച് ആട്ടോക്കാരുടെ മുന്നിൽ വെച്ച് പറഞ്ഞ് വിദ്യാർത്ഥി സമൂഹത്തിന് മുഴുവൻ അപമാനം ഉണ്ടാക്കേണ്ടെന്ന് വിചാരിച്ചു. അതാണ് അന്ന് പറയാതിരുന്നതിൻ്റെ കാരണം. വാപ്പയാണെന്ന് പറഞ്ഞ് ഒരു മുറുക്കാൻ കടക്കാരനെ വിളിച്ചുകൊണ്ട് വന്ന അന്നത്തെ സംഭവത്തിന് പിറ്റേ ദിവസം ജമാലുദ്ദീനെ ഞാൻ ക്യാൻറ്റീനിൽ വെച്ച് കണ്ടിരുന്നു. അവൻ എന്നോട് ക്ലാസ്സിൽ കയറുവാനായി അനുവാദം ചോദിച്ചു. ഞാൻ പറഞ്ഞു, നാണമില്ലോടോ, വല്ല മുറുക്കാൻ കടക്കാരനെയും സ്വന്തം വാപ്പയാണെന്ന് പറഞ്ഞ് ക്ലാസ്സിൽ വിളിച്ചുകൊണ്ടുവരാൻ. അവിടെ ഉണ്ടായിരുന്ന കുറേ വിദ്യാർത്ഥികൾ ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടതുകൊണ്ടാകണം അവനിൽ കുറ്റാബോധം ഉണ്ടാകുന്നതിന് പകരം അവൻ എന്നോട് വല്ലാത്ത വൈരാഗ്യമാണ് തോന്നിയത്. ഭീഷണിയുടെ സ്വരത്തിൽ അവൻ എന്നോട് പറഞ്ഞു, എന്നെ ക്ലാസ്സിൽ കയറ്റുന്നോ ഇല്ലയോ? വാപ്പായെ വിളിച്ചുകൊണ്ട് വന്നാൽ മാത്രമേ ക്ലാസ്സിൽ കയറ്റുകയുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ തറപ്പിച്ചു പറഞ്ഞു. അവൻ എന്നോട് ഭീഷണി സ്വരത്തിൽ പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം. എനിക്കും വാശിയായി. ഞാൻ പറഞ്ഞു, വാട്ട് എവർ യു വാണ്ട് ടു ഡു, പ്രൊസീഡ് വിത്ത് ഇറ്റ്, ഐ വിൽ നോട്ട് കെയർ. അന്ന് വൈകിട്ട് ഞാൻ അധ്യയനം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകാനായി കോളേജിൽ നിന്നിറങ്ങി. അന്ന് പഠിപ്പിച്ച പാഠത്തിൽ ചില സംശയ നിവാരണത്തിനായി 2 കുട്ടികൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. കോളേജിൻ്റെ മെയിൻ ഗേറ്റ് കടന്ന് വെളിയിലേക്ക് ഇറങ്ങിയതും അവിടെ എവിടെയോ ഒളിച്ചു നിന്നിരുന്ന അവൻ ഓടി വന്നിട്ട് എന്നെ ഒരു കത്തി കൊണ്ട് കുത്താൻ ശ്രമിച്ചു. കൂടെ ഉണ്ടായിരുന്ന 2 കുട്ടികളും ഞാനും കൂടി അവനെ തടയാൻ ശ്രമിച്ചു. അവനുമായിട്ടുണ്ടായ മൽപ്പിടുത്തത്തിൽ എനിക്കും ഒരു കുട്ടിക്കും കൈകളിൽ ചെറിയ മുറിവുണ്ടായി. ഈ സംഭവം കണ്ടുകൊണ്ട് നിന്ന മറ്റു 2 വിദ്യാർത്ഥികൾ പെട്ടെന്ന് ഓടി വന്നു. ഞങ്ങളുടെ കൈകളിൽ നിന്നും രക്തം ഒഴുകുന്നത് കണ്ടിട്ട് അവർ 2 പേരും അവരവരുടെ കർച്ചീഫ് എടുത്ത് ഞങ്ങളുടെ 2 പേരുടെയും മുറിവിന്മേൽ കെട്ടിത്തന്നു. ആ കുട്ടികളുടെ സമയോചിതമായ ആ പ്രവൃത്തി കൊണ്ട് കൂടുതൽ രക്തം പിന്നീട് പുറത്തേക്ക് ഒഴുകി വന്നില്ല. സംഭവം അറിഞ്ഞിട്ട് പ്രിൻസിപ്പൽ മാഡവും മറ്റ് സഹപാഠികളും ഇറങ്ങി വന്നു. എന്നെയും മുറിവ് പറ്റിയ വിദ്യാർത്ഥിയെ ഒരു കാറിൽ കയറ്റി എൻ്റെ സഹപ്രവർത്തകർ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചു. ആ മുറിവ് ഡ്രസ്സ് ചെയ്ത ശേഷം ഞങ്ങൾ 2 പേരെയും ഉടനെ തന്നെ വിട്ടയച്ചു. 2 ദിവസം കഴിഞ്ഞ് കോളേജിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഒരു സംഗമം കോളേജിലെ പ്രിൻസിപ്പാൾ വിളിച്ചു ചേർത്തു. അതിൽ ഞാൻ ഉൾപ്പെടെ പല അധ്യാപകരും ചില രക്ഷിതാക്കളും സംസാരിച്ചു. ആ കൂട്ടത്തിൽ ജമാലുദ്ദീൻ്റെ വാപ്പയും ഉണ്ടായിരുന്നു. അയാൾ തൻ്റെ പ്രസംഗം തുടങ്ങിയത് തന്നെ ഉണ്ടായ സംഭവത്തിൽ സ്വന്തം മകന് വേണ്ടി ക്ഷമാപണം നടത്തിക്കൊണ്ടായിരുന്നു. വിദ്യാർത്ഥികളിൽ ഈയിടെയായി വർദ്ധിച്ച തോതിൽ കാണുന്ന അസ്വസ്ഥതകളെയും അതിൻ്റെ നിവാരണ മാർഗങ്ങളെയും കുറിച്ച് വിശദമായി പ്രസംഗിച്ചു. ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹത്തിന് പഠനകാര്യങ്ങളിലുള്ള താല്പര്യക്കുറവും മുതിർന്നവരോടും അധ്യാപകരോടുമുള്ള ബഹുമാനക്കുറവും സഹപാഠികളോടും മറ്റുള്ളവരോടും കാണിക്കുന്ന കൂടുതലായുള്ള അക്രമവാസനകളുടെ ഭവിഷ്യത്തുകളെക്കുറിച്ചും മറ്റും ഞാനും സംസാരിച്ചു. അവസാനം പ്രിൻസിപ്പൽ മാഡം അവരുടെ പ്രസംഗം ഉപസംഹരിച്ചത് ഇങ്ങനെയാണ്. കുട്ടിയാൽ ആക്രമിക്കപ്പെട്ട അധ്യാപകനോട് ഞാൻ പറഞ്ഞു, നമുക്ക് സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാമെന്ന്. അപ്പോൾ രാജേഷ് സാറിൻ്റെ മറുപടി ഇതായിരുന്നു, അങ്ങനെ ചെയ്ത് ആ കുട്ടിയുടെ ഭാവി തകർക്കേണ്ട മാഡം. സ്വഭാവ ദൂഷ്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് നന്നാകാൻ നാം ചാൻസ് കൊടുക്കേണ്ടതാണ്. അതിനാൽ ജമാലുദ്ദീനും അങ്ങനെ നന്നാകുന്നെങ്കിൽ നന്നാകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. എന്നിട്ട് പ്രിൻസിപ്പൽ മാഡം തുടർന്ന് പറഞ്ഞു, ആ മഹാമനസ്കൻ്റെ മുമ്പിൽ ഞാൻ ശിരസ് നമിക്കുന്നു. നമുക്ക് എല്ലാ ഭാവങ്ങളും അദ്ദേഹത്തിന് നേരെ. ഇങ്ങനെ പ്രിൻസിപ്പൽ മാഡം പറയുന്നത് കേട്ടപ്പോൾ സ്റ്റേജിലിരുന്ന് ജമാലുദ്ദീൻ്റെ വാപ്പയായ മുഹമ്മദ് ഖാൻ കണ്ണുനീർ തുടയ്ക്കുന്നത് ഞാൻ കണ്ടു. അനന്തരം പ്രിൻസിപ്പൽ മാഡം
ആ സദസ്സിൽ വെച്ച് എന്നെയും ആ സമയത്ത് എന്നെ സഹായിച്ച എല്ലാ കുട്ടികളെയും പ്രത്യേകം അഭിനന്ദിച്ചു. ഇത്രയുമാണ് പിന്നീടുണ്ടായത്. അദ്ദേഹം പറഞ്ഞു നിർത്തിയപ്പോഴേക്കും എൻ്റെ വീടെത്തി. സാറ് നേരെ നടന്നു പോയപ്പോൾ ഞാൻ വീട്ടിലേക്കും കയറി. ഒരു കഥാകാരന് ഡയറികളും എന്ന നോവലിൻ്റെ 5-ാം അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ കഥയുടെ 6-ാം അധ്യായം ഉടനെ ആരംഭിക്കുന്നതാണ്. ഈ ചാനലിലെ